വിളിക്കണ്ടേ? വിളിക്ക്. വിളിച്ചാലോ? അല്ല, ആ വിളിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങളിലാണ്. അല്ല, പക്ഷെ ഞങ്ങൾ വിളിച്ചോളാം. പക്ഷെ ഇക്കയുടെ ഒരു ആഗ്രഹങ്ങൾ പറഞ്ഞാല് ആ ആഗ്രഹങ്ങൾ വെച്ചായിരിക്കും നമ്മൾ വിളിക്കുക. ആരെ വിളിക്കണോ നമ്മളൊക്കെ പറ. ഇത്രയുള്ള ആഗ്രഹം ആര് വന്നാലും ചിരിപ്പിക്കണം. അങ്ങനെയുള്ള ടീം ആയിരിക്കണം വരുന്നത്. അത് പിന്നെ നമുക്ക് ഇവിടെ ഉള്ള ടീമുകളെല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള ടീമുകളാണെന്ന് പ്രേക്ഷകർ തന്നെ സമ്മതിച്ച ഒരു പ്രോഗ്രാം. അങ്ങനെ ചിരിപ്പിക്കുന്നതിൽപ്പെട്ട ഒരു ടീമിനെ വിളിക്കും. അപ്പൊ നല്ലൊരു കൈഡി കൊടുത്ത് നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം നമ്മുടെ പ്രസാദ് കൊച്ചു പ്രതിഭാൻ മനു കുമാരി. ചമ്പക്കുളം തച്ചറുണ്ടം പിടിപ്പിച്ച പൊന്നാഞ്ഞിലിത്തോടിയോ, ആറന്മുളത്തേവരാറാട്ടിനെത്തുന്ന പള്ളിപ്പെരും തോണിയോ, ഉലകിന്റെ പുകഴായ തോണി തച്ചനുയരൂതി ഓട്ടുന്ന തോണി, ഒരു തച്ചു പണിയാം ഒരുമിച്ചു തുഴയാം ഹൈലേസ ഹൈലേസ ഹൈ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഉടൻ തന്നെ വള്ളം നീരണിയുന്നതാണ്. എവിടെയെങ്കിലും തലത്തി വീണ എന്താ അങ്ങനെ ചോദിച്ചാൽ? നീരടിച്ചിരിക്കണം പറഞ്ഞു. വള്ളത്തിന് നീരടിച്ചതല്ല പറഞ്ഞത്, വള്ളം എത്രയും പെട്ടെന്ന് വെള്ളത്തിലേക്ക് നീരണിയുന്നതാണെന്ന്. നീരാടാൻ തമ്പുരാട്ടിയല്ലേ? ആട്ടി കിടുക്കാച്ചി കിട്ടില്ല കൗണ്ടർ. അപ്പൊ പ്രിയപ്പെട്ടവരെ, എത്രയും പെട്ടെന്ന് തന്നെ സദ്യ ആരംഭിക്കുന്നതാണ്. എന്താടാ ഒന്നുമില്ല. എന്ത് പറ്റിയത്? അതല്ല, എന്നെ ഇനി സംസാരിച്ചു. മൈക്ക് ഓഫ് ആയിരുന്നു. എടാ, ഞാൻ ഇവിടെ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ നാട്ടുകാർ കേൾക്കട്ടെ. നീ എന്തിനാ മൈക്ക് ഓഫ് ആക്കി വെച്ചത്? കുറെ കാലം കൊണ്ട് ഇങ്ങനെ കള്ളക്കഥ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ, വെറുതെ കറണ്ട് ചെലവാ നിന്ന് മുതലാളി. എടാ, നിന്റെ വായിൽ എന്നെ പഴമായിരുന്നു. വായിൽ മാത്രമല്ല, എന്റെ 2 കയ്യിലും പഴമുണ്ട്. എടാ, നിനക്കറിയാവോ ഞാൻ ഈ വള്ളം കളിക്ക് വന്നതിന്റെ കാര്യം എന്താണ്? കഴിഞ്ഞ 2 വർഷമായിട്ട് കപ്പ് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ പ്രാവശ്യം ഞാൻ കപ്പ് തിരിച്ചു പിടിക്കും. പക്ഷെ കാല് നോക്കിക്കൊള്ളണം. കപ്പ് തിരിച്ചു പിടിക്കുമ്പോ എന്റെ മൂടി കാലേ വിടുന്ന് സെപ്റ്റിക്കാവല്ലേ. നിന്റെ ആശാനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഇവിടെ. എന്റെ ആശാന മാത്രം കുറ്റം പറയല്ലേ. എന്റെ ആശാന എന്ന് വെച്ചാൽ മംഗലക്കൽ തറവാട്ട് മുറ്റത്ത് വള്ളം പണിതവനാ. മംഗലക്കൽ തറവാട്ടില്ല പിന്നെ ആശാന ഇവിടെ വള്ളം പണിതൊന്നും വള്ളം വലുതായല്ലോ. അങ്ങനെ വീട്ടിന്റെ തൂണങ്ങ് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഈ തൂണ് മാറ്റി വീണ്ടും പണിത് വന്നപ്പം ആ കാർപോർച്ചിലെ തൂണങ്ങ് മാറ്റാൻ പറഞ്ഞു. പിന്നെ കതവ് മാറ്റി, ജനല് മാറ്റി, വീട് മാറ്റി. ഇപ്പൊ മംഗലക്കൽ തറവാട്ടുകാർ താമസിക്കുന്ന എവിടെ അറിയാമോ? ആശാൻ പണിത് ആ വള്ളത്തില്. എന്നെ അങ്ങനെ ആക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ പറയട്ടെ, നമ്മൾ ഈ വള്ളത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തരണം. ഉണ്ട് സംഭവം. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഈ വള്ളം ഇറക്കിയപ്പോഴേ എന്റെ ആശാൻ 130 തുഴക്കാരെ കൊണ്ട് വള്ളം തൊഴിച്ചു. 130 പേരാ? തുഴയെന്ന് പറഞ്ഞ വള്ളക്കാരങ്ങ് തുഴഞ്ഞു തള്ളയല്ലേ. പക്ഷെ 1 ഇഞ്ച് പോലും വള്ളം അനങ്ങിട്ടില്ല. അതെന്നാ കാര്യം? ആശാൻ വള്ളത്തിന്റെ കെട്ടയച്ച് വിട്ടാലേ വള്ളം അനങ്ങത്തുള്ളൂ. ഇപ്പൊ 11 മണിയായി. 11:30 നമ്മൾ വള്ളം ഇറക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. ആശാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ആശാൻ വരുവന്നേ. ആരും പേടിക്കണ്ട, ഞാൻ എത്തി. അതെ, ഉണ്ടാക്കിയത് മതി. എത്ര നേരം വേണം കാത്തിരിക്കുന്നത്? എവിടെ ആയിരുന്നു? എന്നാ പൊന്നടാവേ, ഒന്നും പറയണ്ട. ആറന്മുള വള്ളംകളി അമരത്ത് ഞാനല്ലായിരുന്നോ? അമരത്തിൽ കയറിയിരുന്ന മറഞ്ഞു പിടിച്ച് താഴത്ത് വീഴത്തില്ലേ? അതല്ലെന്ന്. പിന്നെ അമരത്ത് ആദ്യം ഒരു പലക വച്ചിട്ട് എന്നെ അതിനകത്ത് മറ്റേ കാറിന്റെ സീറ്റ് ബെൽറ്റ് ഇട്ട് കെട്ടിവെച്ച് കയറ് വെട്ട് കെട്ടി വെച്ചെന്ന്. വള്ളം ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുത്തപ്പോഴും പരുന്ത് പോലെ പോവാ. എനിക്ക് ആവേശം മൂത്ത് നേരെ കഴുക്കോലെടുത്ത് ഒരൊറ്റ കൂത്ത. അവിടെ നിന്ന് വള്ളത്തിന്റെ പണിക്ക് പോയി. ഞാനും കഴക്കോലും മാത്രം. ഞാനാണ് ഈ കഴക്കോലിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക. 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ കണ്ണൂർ നീപ്പേ തട്ടേക്കാട് പക്ഷി സങ്കേതത്തില് അപൂർവ ഇനം നീർക്കാക്കിയെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് കൂട്ടിലിട്ട്. പറഞ്ഞുകൂടായിരുന്നോ? ഇനി ഞാൻ മിണ്ടിയിട്ട് വേണം സംസാരിക്കുന്ന നീർക്കാക്കാന്ന് വേണ്ട എന്നെ സാഹിത്യമാരും പിടിച്ചു കൊടുക്കാനായിട്ട്. അല്ല ആശാൻ വള്ളവും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പണിയല്ലോ? എല്ലാം കറക്റ്റായിട്ട് പണിയും. ഈ നാരായണൻകുട്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാ ഈ വള്ളം പിന്നെ തോളല്ല, പിന്നെ സെറ്റ്. ഞാനൊരു കാര്യം പറയുവാ, വാശിപ്പുറത്താണ് ഞാൻ ഈ വള്ളം പൊടിയുന്നത്. ഒറ്റ കിണ്ണവിടെ വരും. ഞാനത് തടിപ്പുറത്തുണ്ടാക്കി വെച്ചേക്കണ വെള്ളം പറഞ്ഞോട്ടോ, വാശിപ്പുറത്തായിരുന്നു. എന്താ പൊന്നു, നെഹ്റു ട്രോഫിക്ക് പോവാറുണ്ടോ? സത്യം പറഞ്ഞാൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പോകാറില്ല. എന്നാ അതിനകത്ത് പിടിക്കാം. എല്ലാ തവണ നെഹ്റു ട്രോഫിക്ക് മുമ്പ് എനിക്കൊരു കോള് വരും. ആലപ്പുഴ ജില്ലാ കളക്ടർ. പിന്നെ എന്നിട്ട് എന്നോട് ചോദിക്കും, ആശാൻ ഈ തവണ വെള്ളം ഇറക്കുന്നുണ്ടോ? ഞാൻ പറയും പിന്നല്ലാതെ. വരരുത്. എന്നാന്നോ ഈ പുള്ളി അവിടെ വള്ളം കൊണ്ട് പോയി തുഴഞ്ഞു കഴിഞ്ഞാലേ അപ്പുറം ഇപ്പുറമുള്ള വള്ളത്തിലിടിച്ച് ട്രാക്ക് മാറി വള്ളം മൊത്തം മുങ്ങി പോകൂലേ. അതുകൊണ്ട് എന്നോട് വരണ്ടാന്ന് പറഞ്ഞ. പക്ഷേ ഞാൻ ചെല്ലും, വള്ളം ഇറക്കും. ഈ വള്ളം ഇറക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവുള്ള കാര്യമല്ലേ? എവിടെ ചെലവ്? വള്ളം കളി കാണാൻ പറഞ്ഞ പെണ്ണുങ്ങൾ നോക്കി വെള്ളം ഇറക്കണതിന് വല്ല ചെലവുണ്ട്. ഓക്കെ, നമുക്ക് ഈ വള്ളപ്പുരയ്ക്ക് ഒരു പൂട്ട് വെക്കണം. വള്ളപ്പുരക്ക്
ഒരു പൂട്ട് വെക്കണം. അത് വേണം. കാരണം എന്താണെന്നറിയാമോ, എന്റെ വള്ളം പരിഞ്ഞ പക്ഷെ അടിച്ചോണ്ട് പോയതാണ്. അപ്പൊ അതുകൊണ്ട് പൂട്ട് സെറ്റ് ചെയ്യാൻ നേരത്ത് നമ്മള് ശബ്ദവീചികൾ കൊണ്ടുള്ള പൂട്ട് വേണം സെറ്റ് ചെയ്യാൻ. അപ്പൊ സാർ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ പൂട്ട് തുറക്കണം. അതെ, എന്റെ ശബ്ദം കേട്ട് കഴിയുമ്പോ പൂട്ട് തുറക്കണം. അങ്ങനെ പൂട്ട് പണിയുന്ന ആരെങ്കിലും പരിചയമുണ്ടോ? ആളുണ്ട്. ഉണ്ടോ? ആള് അടുത്ത് തന്നെ ഉണ്ട്. ആരാ? ചമ്പക്കുളം നാരായണൻകുട്ടി. എന്നെ ഞാൻ പൂട്ടുപണിയുടെ ഉസ്താദല്ലേ. ചുമ്മാ എന്റെ വീട്ടിൽ ഞാൻ ഈ വക പൂട്ടല്ലേ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. രാത്രി ഒരു 10-11 മണിയാകുമ്പോ ചെന്നേച്ച് തങ്കമ്മേ പോയി ഇങ്ങനെ വിളിച്ചാട്ടല്ലോ, തങ്കമ്മ പെരയും തുറന്ന് പുറത്തേക്ക് ചാടും. അങ്ങനത്തെ പൂട്ട്? ആ അല്ല, ഒരു 11:30 മണി 12 മണിയാവുന്ന നേരത്ത് ഞാൻ വന്ന് തങ്കമ്മേ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ തുറക്കോ? തുറക്കും. കഥകല്ല, ഇടിച്ചിലിന്റെ ചങ്കിന്റെ പൂട്ടിയാ തുറക്കും. അച്ഛാനെ, ഞാൻ പറഞ്ഞു വന്ന് 11 കാലാകുന്നു. പൂജയിലോട്ട് നമ്മൾ കടന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് പൂജ കഴിഞ്ഞ് നമുക്ക് വള്ളം ഇറക്കേണ്ടതാണ്. അപ്പൊ നാരങ്ങ എടുക്കാം. നാരങ്ങ വേണ്ട, അപകടം ഉണ്ടാവും. നാരങ്ങ വെച്ചാലല്ലേ അപകടം ഉണ്ടാകാതിരിക്കുന്നത്. ഇതെന്നാ കാണുന്നതോ? ഇതെന്നാ പൊട്ട്? പൊട്ട് പൊട്ടല്ല. കഴിഞ്ഞ ദിവസം ഈ നാരങ്ങ വെക്കാൻ വേണ്ടി കുനിഞ്ഞതാ. വള്ളത്തിന്റെ പടിയെ കൊണ്ട് ഓരോ ഒറ്റയടി ചോര ചത്ത് കിടക്കണത് അറിയോ? ഞാൻ അറിഞ്ഞിട്ടില്ല. നമുക്ക് നാരങ്ങ വേണ്ട. നാരങ്ങ വേണ്ട. അപ്പൊ നമ്മൾ ഈ നാളികേരം കണ്ടോ? നാളികേരം കണ്ട്. ഈ നാളികേരം ഞാൻ എടുത്തിങ്ങനെ തിരിക്കും. തിരിച്ചു കഴിഞ്ഞ് എന്റെ മുഖം കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാൽ ശുഭലക്ഷണം. അപ്പൊ ഈ തെക്കോട്ട് വന്നാലോ? ശുഭം. ആണോ? നിന്റെ കാര്യം എന്റെ കാര്യം വരാൻ പാടില്ല. അങ്ങനെ വരാൻ പാടില്ല. ഒരു കാര്യം ചെയ്തോ, നന്നായിട്ട് കണ്ണടിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ? ഭഗവാനെ സ്വതേ രക്ഷിക്കണേ. വലിച്ച് തെക്കോട്ട് നല്ല ലക്ഷണം. അയ്യോ, ഇപ്പൊ സന്തോഷമായി. അല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ടെൻഷനായി പോകും. പിന്നെ ഇനി എന്തെങ്കിലും ചടങ്ങുണ്ടോ? ഇനി പങ്കായ എടുക്കുന്നുണ്ട്. പങ്കായ എടുക്കുന്നുണ്ട്. പങ്കായ എടുത്തു. എന്താ? അല്ല, അങ്ങോട്ട് വരേണ്ട കാര്യമില്ല, ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. അതല്ല, ഈ ഓരോ വള്ളപ്പണിയിൽ ഈ പങ്കായ ആശാൻ കയ്യിലെടുത്ത് കൊടുക്കുമ്പോഴേ 5 പവൻ 3 പവൻ മാലയൊക്കെയാണ് ആശാന് സമ്മാനം കൊടുക്കുന്നത്. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഇപ്പൊ കയറി വന്നിട്ടാണോ 5 പവൻ വേണം 3 പവൻ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? ഇതിപ്പോ സംഭവം 5 കൂടുതലുണ്ട്. ഉള്ളത് മതി. ചടങ്ങ് നടക്കട്ടെ. ഇനി ആശാന പങ്കായ എടുത്ത് കൊടുക്കും. എന്റെ ദൈവമേ, വള്ളക്കളി രക്ഷിക്കണമേ. ഇത് പൊക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ പിടിക്കാം. അയ്യോ, നീ എങ്ങനെ തിരിച്ചെന്നേ? പരിപാടിയത്? അല്ല, ഈ പങ്കായം തരാൻ നേരത്താണല്ലോ ഇത് അങ്ങോട്ട് തരേണ്ടത്. പങ്കായം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചു മേടിക്കാം. അതങ്ങനെയാണ്. അങ്ങനെ കളിയാക്കല്ലേ. ഞാനേ ഏകലവ്യന്റെ പരമ്പരപ്പെട്ട ആളാ. ഉമ്മ തള്ളും കൊണ്ട് സത്യം. എന്നെ ആരും ഇതുവരെ പണി പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്റെ ആശാൻ പോലും എന്നെ വീട്ടിൽ കയറ്റാൻ അറിയാമോ? നിന്നെ കണ്ടറിയാം വീട്ടിൽ കെട്ടാൻ കൊള്ളാത്തവനാണ്. അതല്ലെന്ന്, ഈ ആശാൻ ചെയ്യണ പണിയെല്ലാം ഞാൻ ഇങ്ങനെ ഒളിച്ചു നിന്ന് നോക്കി കാണും. അങ്ങനെ നോക്കിയാൽ 3 കേസായി ഇപ്പൊ കോടതി നടക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് സംസാരിക്കാതാ. എന്തായാലും ഈ ചടങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ വള്ളത്തിന് പേരിടണം. എങ്ങനത്തെ ടൈപ്പ് ഓഫ് പേര് വേണം പറ? അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഓടിവെള്ളമാണല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പേര് വേണം. ഓടിവെള്ളത്തിനിടാൻ പറ്റിയ ഒറ്റ പേരുള്ളൂ, PT ഉഷ. നല്ല ഓട്ടക്കാരിയല്ലേ? വള്ളത്തിന് PT ഉഷ എന്നാണ് പേരിടുന്നത്. അതല്ലെന്ന്. അതായത് ഈ വള്ളം വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാരും ഞെട്ടണം. അന്നാ ഒരു കിടക്കാച്ചി പേരുണ്ട്, ജലബോംബ്. അതൊന്നും വേണ്ട. എന്റെ പേരം കിട്ടാച്ചാ മതി, മൈക്കിൾ വള്ളം. അതിനേക്കാളും മൈക്കിൾ ജാക്സൺ എന്നിടാ. അത് വേണം. തുഴഞ്ഞു പോകുന്നിടത്ത് 3 വാക്കടിച്ച് പുറകോട്ട് പോകാൻ. പിന്നെ ഏതെങ്കിലും ഒരു പേര് ഞാൻ പറ. ഒരു കാര്യം ചെയ്യാം. എന്റെ അച്ഛന്റെ അമ്മയുടെ ആദ്യത്തെ അക്ഷരത്തിൽ നിന്ന് പേരിടാം. അത് മതി. അതല്ലാണല്ലോ. അച്ഛന്റെ പേരെന്തുവാണ്? അച്ഛന്റെ പേര് പങ്കൻ. അപ്പൊ ആദ്യത്തെ അക്ഷരം പ. അമ്മയുടെ പേരെന്താണ്? സുബ. അപ്പൊ അച്ഛന്റെ പേര് പ, അമ്മയുടെ പേര് ശ്വ. പശു, ചുണ്ടൻ പശു. വള്ളത്തിലിടാൻ പറ്റിയ പേര് ചുണ്ടൻ പശു അല്ല, ചുണ്ടിപ്പശു. ചുണ്ടിപ്പശു. അപ്പൊ എന്തായാലും സമയം പോയി. മുഹൂർത്തായില്ലേ? മുഹൂർത്തമായി. നമുക്ക് ആർപ്പോ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു വള്ളം പൊടി കഴിപ്പിച്ചു. ദാണ്ടേ കാറ്റ് കുടിച്ചങ്ങ് പോട പോക്ക് കണ്ടോ? അടിപൊളി, സൂപ്പർ. എന്നാ ഞാനും ആദ്യമായിട്ട് പെടുന്ന വെള്ളമാണ് അത് വെള്ളത്തിൽ. കള്ളത്തരം മാത്രം പറയരുത്. കള്ളക്കരച്ചിൽ കൊള്ളാം കേട്ടോ, കൊള്ളാം. നല്ല പോക്കാ പോണം. പോക്കണ്ട. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. അയ്യോ
ഒരു അബദ്ധം പറ്റി. എന്തോ അബദ്ധം? എടാ തുഴയെടുത്ത് കൊടുത്തില്ലടാ, മറന്നുപോയി. പറയുന്നവർക്ക് തുഴ കൊടുത്തില്ലേ? ഇല്ല. അയ്യോ, പിന്നെ കാറ്റടിച്ചാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? ദൈവമേ, അയ്യോ. അയ്യോ, ഇപ്പൊ എന്തോന്ന് ചെയ്യും? എന്തോ ചെയ്യും? ഇതിപ്പോ ഏത് കരയിൽ പോയി അടുക്കുന്നു ദൈവത്തിന് അറിയാം. ഒരു കരയിലും പോയി അടുക്കൂല, ഇത് ഏതെങ്കിലും കടലിൽ പോയി അടുക്കും. അറിഞ്ഞിട്ടില്ല. അയ്യോ, ഇതിപ്പോ എന്തോ ചെയ്യൂന്ന് അറിഞ്ഞൂടാ. മുതലാളി പേടിക്കണ്ട, മുതലാളിക്ക് എന്തുകൊണ്ടും ലാഭമാണ്. കഴിഞ്ഞ 2 വെള്ളം ഇറക്കിയപ്പോ അത് വെള്ളത്തിൽ മുങ്ങിയ ഇപ്രാവശ്യം തുഴയെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിയ. പ്രസാദ്, പ്രദീപ് ആൻഡ് മനു കുമാരി, നല്ലൊരു കൈഡി കൊടുക്കാം. നമ്മൾ എന്താണ്, കേരളത്തിൻ്റെ ഒരു ആഘോഷമാണ് വള്ളംകളി എന്ന് പറയുന്നത്. അത് തന്നെ നിങ്ങൾ ഇന്നൊരു ആശയമായിട്ട് എടുത്തുകൊണ്ട് വന്നു. എന്താണ് കമൻസ് ഉള്ളത്? നമുക്ക് നസീർക്കിടുന്ന എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. റിഹേഴ്സൽ ചെയ്തത് വൃത്തിയായിട്ട് ചെയ്തു. പക്ഷേ അതിൻ്റെ അകത്ത് ഈ എറിയാൻ അറിയാവുന്നവരെ കല്ല് കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെ നല്ലവണ്ണം ചെയ്യാൻ അറിയാവുന്ന ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ 3 പേരും. പക്ഷേ സ്ക്രിപ്റ്റ് ഒരു സുഖമായില്ല. ക്ലൈമാക്സ് ഗംഭീരം ക്ലൈമാക്സ് ആയിരുന്നു, നല്ല ക്ലൈമാക്സ്. പക്ഷെ അതിനനുസരിച്ച് മുമ്പോട്ടുള്ള കാര്യങ്ങളൂടെ കുറച്ച് നന്നായിരുന്നെങ്കിൽ അടിപൊളിയായതിന്. വള്ളംകളിയുടെ ഒരു സബ്ജക്റ്റ് നമ്മുടെ ഈ വേദിയിൽ ഇതിനു മുമ്പ് വന്നിട്ടില്ല, അത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിപ്പം ഈ വേദിക്ക് ഇതൊരു ഫ്രഷാണ്. ആ ഫ്രഷായ സാധനത്തിൻ്റെ അകത്ത് കുറച്ചുകൂടെയൊക്കെ തമാശ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിട്ട് പോയേനെ. ആ ക്ലൈമാക്സ്, ആ പോകുന്ന പോക്ക്, ആ വള്ളം ഇറങ്ങി പോകുന്നതൊക്കെ കാണാൻ നല്ല രസം, നല്ല ഭംഗിയായിരുന്നു, നല്ല വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നു സംഭവം. പക്ഷേ തമാശകളൊരു ക്ഷാമമുണ്ട് ഇതിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമുക്ക് തമാശയാണ് അത്യാവശ്യം. ഇവിടെ തമാശ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു പരിപാടിയും നമ്മുടെ വേദിയിൽ നടക്കില്ലെന്നുള്ളതാണ്. തമാശ ഉണ്ടെങ്കിലാണ് ആ വേദിക്ക് തന്നെ ഒരു ഉണർവ് കിട്ടുകയുള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മനു, പ്രദീപ്, പ്രസാദ്, ഞാൻ ഈ കണ്ടന്റിന് ആദ്യം തന്നെ ഒരു നല്ല കൈഡി, ഉഗ്രം കണ്ടന്റായിരുന്നു. കാരണം നമ്മൾ ഇവിടെ ഇതിനു മുമ്പ് ചെയ്യാത്ത, നസീർക്ക് പറഞ്ഞാൽ ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്യാത്തൊരു സംഭവമാണ്. പക്ഷേ കൗണ്ടറുകളുടെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അടുത്തതിൽ ശ്രദ്ധിക്കുക. പ്രദീപേ, ആൾക്ക് ഇതിപ്പം നമ്മുടെ അഭിപ്രായമല്ല, ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മൈലേജ് ഉണ്ട് ചില സാധനങ്ങൾക്ക്. നിങ്ങൾ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അടുത്തതിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് 3 പേർ. പ്രസാദ്, പ്രദീപ്, മനു, ഈ പറയുന്ന പോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നന്നായിരുന്നു. നമ്മുടെ ഈ ആർട്ട് വർക്കിന് നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു കൈഡി കൊടുക്കണം. കാരണം അവർ ആ സെറ്റപ്പ് എല്ലാം ഗംഭീരമായിട്ട് ചെയ്തു തന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ആ വള്ളപ്പുരയും അതേപോലെ തന്നെ ആ വെള്ളം നീരണിയിക്കുന്ന ആ ഒരു കാര്യവും വള്ളത്തിൻ്റെ മൂവ്മെൻറ്റും എല്ലാം ഗംഭീരമായിരുന്നു. പക്ഷെ നമ്മുടെ സ്കിറ്റിലാണ് നമുക്ക് തമാശകളൊന്നും ഇല്ലാതായിപ്പോയത്. നസീർക്ക് പറഞ്ഞ പോലെ 1-2 സ്ഥലത്താണ് നമുക്കൊന്ന് ഒരു ചിരിക്കാൻ വന്നത്. ബാക്കി നിങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കഥ പറഞ്ഞു പോകുക എന്നുള്ളതല്ലാതെ അറിയാലോ, നമുക്കതല്ല വേണ്ടത്. നിങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ വലിയ പൊട്ടിച്ചിരികളാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് ടൈമിൽ ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് മാർക്സിലോട്ട് പോവാം. ആദ്യം പ്രജോദ് തന്നെ. ഞാൻ ഒരു 8 മാർക്ക്. 8 മാർക്കാണ് പ്രജോദ് തരുന്നത്. അടുത്ത് ഞാനൊരു 7 മാർക്ക് നിങ്ങൾക്ക് തരികയാണ്. ഈ ബാലൻസ് നസീർക്ക. ബാക്കി ഇതാ അവിടെ നോക്കിക്കോ. 20,000 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ചെറിയ പൈസ അല്ല, പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇതേപോലെ എപ്പോഴും ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച് നല്ല നല്ല പൈസ മേടിച്ചുകൊണ്ട് പോകുന്ന നിങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്താണ് കുറവ്, എന്താണ് കുഴപ്പം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല സ്ക്രിപ്റ്റും നല്ല നല്ല തമാശകളും പൊട്ടിച്ചിരികളും ഒക്കെ ആയിട്ട് പറഞ്ഞു. ഓക്കെ, നല്ലൊരു കൈഡി കൊടുക്കാം. പ്രസാദ്, പ്രദീപ് ആൻഡ് മനു കുമാരി, താങ്ക് യു സോ മച്ച്. അപ്പം ഇനി നമുക്ക് അടുത്ത ടീമിനെ വിളിക്കാം. ഒരു കുടുംബത്തിൽ നിന്ന് 2 പേരും അവരൊരു കൂട്ടുകാരനും കൊണ്ടുള്ള ഒരു ടീമുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്നുള്ള ടീമുകളാണ്. പുതിയ ടീമാണ്. എന്നാലും ഒരു 2 സ്കെഡ്യൂളൊക്കെ അവരുടെ കഴിഞ്ഞു. സുധീഷ്, അനീഷ് ആൻഡ് സഞ്ജു. മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. The subscriber is currently switched off. Please try after some time. പൊന്നളിയാ, നിനക്ക് എന്തു പറ്റി? നീ ഇങ്ങനെ ദുരിതരാണെന്ന് വിളിച്ചോണ്ടിരിക്കുന്നതിന്റെ കാര്യം പറയടാ. നിന്റെ ജീവിതത്തിൽ വല്ല ദുരന്തവും നടന്നാ? അതൊക്കെ ഇനി നിന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്തോന്നാ കാര്യം? അങ്ങനെയൊക്കെ കേൾക്കുന്നതല്ലേ അളിയാ എനിക്കൊരു സന്തോഷം. നീ വിളിച്ച കാര്യം പറ. ഞാൻ ഇന്ന് മരിക്കോടാ. ഇന്ന് മരിക്കുന്ന കൊള്ളാം, അടക്കത്തിന് ഞാൻ കാണത്തില്ല. കാരണം എനിക്കൊരു സ്ഥലം വരെ പോവാനുള്ളതാണ്. അളിയാ, 16-ന്റെ അന്ന് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാൻ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. എടാ, ഇഡ്ഡലിയും സാമ്പാറിന്റെ വിലയെങ്കിലും എനിക്ക് നീ താടാ. ഇപ്പൊ അളിയാൻ തമാശ പറഞ്ഞ അളിയാ. അല്ലടാ, നിനക്ക് ഇഡ്ഡലിയും സാമ്പാറും തിന്നെ ഞാൻ മരിക്കാൻ പോവല്ലേ. നീ എന്തായാലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. എനിക്ക് ജോലിക്ക് പോകണം. ജോലിയാ നിനക്ക്? നീ അതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്റെ അച്ഛൻ മരിച്ച കോട്ടയിൽ എനിക്ക് ജോലി കിട്ടിയടാ. നിന്റെ അച്ഛൻ ഏത് കോട്ടയിൽ മരിച്ചത്? പുന്നാപുരം കോട്ടയിൽ. അവിടെ പീരങ്കിക്കകത്ത് ബുള്ളറ്റ് നിറഞ്ഞ പണിയായിരുന്നു. എടാ, നീ എന്നെ വിളിച്ച കാര്യം പറയടേ. എന്റെ ആശയം പറയുമ്പോ അവളെ വീട്ടിൽ പോക്കിയിടാ. ആശേ
അതാരി ഞാൻ പ്രേമിക്കുന്ന പെണ്ണ്. അപ്പൊ അതും പൊളിഞ്ഞ് അതും പൊളിഞ്ഞു. സമാധാനമായി. എന്തോന്ന്? അല്ല നീ സമാധാനമായിട്ടിരിക്കേ. കാര്യങ്ങൾക്ക് നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിയാ പോരെ. അവളെ അച്ഛൻ അവക്ക് വേണ്ടി നല്ല നല്ല പയ്യന്മാരൊക്കെ തെരഞ്ഞോണ്ടിരിക്കാനടാ. അപ്പൊ നിനക്ക് മനസ്സിലായ നീ കൊള്ളത്തില്ലെന്ന്. അങ്ങനെയല്ലടാ, എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാക്കണം. അവളെ വീട്ടിൽ പോയി ചോദിക്കണം. അളിയാ ഇപ്പൊ നിന്റെ പ്രശ്നം എന്തിനാണ്? ജോലി ജോലി. ആ അത് നമ്മൾ ശരിയാക്കുന്നു. ശരിയാക്കണം. എടാ ഇവിടെ അടുത്തൊരു സയൻസ് എക്സിബിഷൻ നടക്കുന്നുണ്ട്. അത് കാണാനുള്ള മൂടിയാണടാ ഞാൻ. എടാ അത് കാണാനല്ല പറഞ്ഞത്. പിന്നെ അവിടെ ഒരു വേക്കൻസി ഉണ്ടാ. ആ. 10-25,000 രൂപ ഡെയിലി ഇങ്ങ് കിട്ടും. 25,000 രൂപ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവളെ അച്ഛന്റെ മുമ്പിൽ നെഞ്ചു പിരിച്ചിക്കോളാ. നമ്മള് നേരിടണം. അവിടെ എന്തോന്നാണ് ജോലി? എടാ വലിയ പണിയൊന്നും ഇല്ലടേ. ഇല്ലേ? അവിടെ 600 വിഷമുള്ള പാമ്പുകളെ ഒരു ചില്ലിന്റെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അളിയ ഷോ തുടങ്ങുമ്പം അളിയ ഇതിനകത്ത് കയറി നിക്കണം ഒരു ട്രൗസറൊക്കെ ഇട്ടോണ്ട് പാമ്പിന്റെ കൂടെ. എടാ ചുമ്മാ പിന്നെ 25,000 രൂപ എടുത്ത് അങ്ങ് തരും അവര്. ആ പാമ്പിനെക്കാളും വിഷം ഉണ്ടോ നിനക്ക്? ഇപ്പൊ നിനക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തന്നപ്പോ ഞാൻ വിഷമില്ലേ? എടാ ഞാൻ വിഷമില്ലേ? അളിയ അങ്ങനെയല്ല അളിയ. മിണ്ടരുത്. നീ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാലേ, നീ എങ്ങനെയെങ്കിലും എന്റെ കാര്യം അവളെ വീട്ടിൽ പോയി പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മാത്രം മതി. എടാ നീ ഈ പറയുന്ന നിനക്ക് ചെന്ന് കയറി സംസാരിക്കാനേ അങ്ങനെ നടക്കുന്ന കാര്യമല്ലേ. അതിനൊക്കെ അതിൻ്റെ ആയിട്ടുള്ള ആംബിയർ വേണോടാ. ആ മൈക്ക് സെറ്റ് വിളിച്ചു പറയാനല്ല ഞാൻ പറഞ്ഞ. നീ പോന്ന് തുറന്നു പറയുന്നു. മൈക്ക് സെറ്റ് പിന്നെ ആംപ്ലിഫയർ ഒക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എടാ ആംബിയർ എന്തേര് കേക്കണ്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലടാ. ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്കാണടാ. പിന്നെ ഞാനാരടാ നിന്റെ? നീ എന്നെ നിന്റെ കൂട്ടുകാരനായിട്ട് കൂട്ടിയിട്ടില്ലേ? നീ എന്റെ കൂടെ ഉണ്ട്. എടാ അവളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ നിന്റെ മുമ്പിലും ബാക്കിലും ഞാനുണ്ട്. എനിക്ക് അത് മതിടാ. ആ നീ എന്റെ കൂടെ ഉണ്ടായാ മതി. ആ ഉണ്ടാ. ഏടി വള്ളി കാലി ചുറ്റിയടാ. അലിച്ച് പറിച്ച കളയടാ. അല്ലെ എവിടെയെങ്കിലും കണഞ്ഞടിച്ച് വീഴും. അല്ലടാ അവളെ അച്ഛൻ മരുന്നടാ. ആശാരച്ഛൻ വരുന്നതിന് നീ പേടിക്കുന്നുണ്ടാ? എന്തിനു പേടിക്കണം? നിനക്ക് പേടിയുണ്ടടാ? ഏയ് പേടിയില്ല. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. നീ കയറിയില്ല. അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് റെഡിയാക്കടാ. ഇപ്പൊ എന്തൊരു പറയേ? അങ്കിൾ എങ്ങോട്ട് പോകുന്നു? അങ്കിൾ അങ്ങ് വിദേശത്തോട്ട് പോണ്ടാ. എന്തിനാ മാമ? ഒന്നുമല്ലടാ, എന്റെ വീട്ടിൽ ഒരു ആഫ്രിക്കൻ തത്തയുണ്ട്. അതിനൊരു സെറ്റ് സാരി മേടിക്കണം. തത്തക്ക് സെറ്റ് സാരി ആന്തിനി? അയ്യാ പൊട്ട, അത് വിശ്വസിച്ചിടാ. അതൊന്നും അല്ല, ആ തത്തക്ക് നാളെ ഒരു വിളക്കെടുപ്പുണ്ട്. ഓ അങ്ങനെ. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കണ്ടേ? അത് വാങ്ങിക്കണം. വേണ്ടേ? അങ്ങോട്ട് എന്തോട് അങ്ങനെയൊക്കെ പറഞ്ഞു? അറിയാ പറഞ്ഞു. സോറി മാമ. ആ നീ എന്റെ മോളെ തന്നെ പ്രേമിക്കണം. ആ പിന്നെ ഇവ എങ്ങനെ പ്രേമിക്കാതിരിക്കും? ആ മാമൻ തന്നെ പറയല്ലേ എന്റെ മോളെ തന്നെ പ്രേമിക്കണോ? ഇതാ അങ്ങനെയൊന്നും അല്ല, ഇവൻ എന്റെ മോളെ കിട്ടിയാളാന്ന് പ്രേമിക്കാൻ. മിസ്റ്റർ മാമൻ, ഓ ഞാൻ മാമന്റെ മോളെ ഇല്ലാതെ മാമനെ കയറി പ്രേമിക്കാൻ പറ്റോ? മണ്ട ആണ്. എന്ത് തെറ്റാണ്ടാ? തെറ്റാണ്. ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. ശരിയാണോ മാമ? ഞാൻ പോട്ടെ. പോയിട്ട് മാമ. നീ എന്നെ പൊട്ടനാകുന്നടാ. എടാ അതൊന്നും അല്ല, നിനക്ക് വല്ല ജോലിയും കൂലിയും ഉണ്ടാ? നീ അവളെ എങ്ങനെ നോക്കൂടാ? കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു ജോലിക്കും പോകുന്ന ഞാൻ അവളെ നോക്കില്ലേ, അതേപോലെ അങ്ങ് നോക്കും. എന്റെ പൊന്ന് ചെണക്ക, ജോലിക്കും കൂലിക്കും അങ്ങോട്ട് വായി നോക്കാൻ അല്ല പറഞ്ഞ. പിന്നെ എന്റെ മക്കളെ വല്ല ജോലിക്കൊക്കെ പോയി വല്ല തിന്നാൻ മേടിച്ച് കൊടുക്കണ്ടേ അവക്ക്? ഒരു ചില്ലിട്ട കൂട്ടില് ഞാൻ ഒരു ജോലി ഇവന് ശരിയാക്കുന്നുണ്ട്. നിന്റെ അച്ഛനെ കൂട്ടി എടുത്തടാ ആ ചില്ലിട്ട കൂട്ടില്. മാമ, ഓ പാരമ്പര്യം പ്രശസ്തിയുള്ള ഒരു വീട്ടിൽ ജനിച്ചവനാണ് ഞാൻ. നിനക്ക് വയറ് വശക്കാൻ നേരത്തെ ആ പാരമ്പര്യം അങ്ങോട്ട് വലിച്ചു കീറി പ്രശസ്തി മുക്കി തിന്നാലേ നിന്റെ വയറ് വശപ്പം മാറൂടാ. അങ്ങനെയല്ല, മാമൻ കല്യാണം കഴിയുമ്പം എനിക്ക് എന്തായാലും സ്ത്രീധനായിട്ട് വല്ലതും തരുമല്ലോ. അതുകൊണ്ട് നമ്മൾ ജീവിച്ചോളാടേ. അത് മതി. ഇങ്ങോട്ടൊന്നാണ് സ്ത്രീധനം ഇപ്പൊ വാങ്ങിക്കുന്ന കൊടുക്കുന്ന തെറ്റാണെന്ന്. എന്നാ സ്ത്രീധനം വേണ്ട, ഒരു 3 ലക്ഷം രൂപ കടവച്ച് തന്നാലും ഞാൻ ജീവിക്കൂടാ. അത് പിന്നെ നിനക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അയാളെ മോക്ക് കൊടുക്കുന്ന പൈസ അയാൾ എന്തിനാ തിരിച്ചു മേടിക്കണ? സോറിടാ, അത് എനിക്ക് തെറ്റുപറ്റി. ഇവനെ വീട്ടിൽ കയറ്റാനൊന്നും കൊള്ളതൊന്നും ഇല്ലട്ടാ. ഞാൻ ആ പൈസ കൊണ്ടങ്ങ് ഗൾഫിൽ പൊയ്ക്കോളാം. അവിടെ ചെന്നിട്ട് നീ എന്തിരിയേ? കുഴിനകം പിടിച്ച ഒട്ടകത്തിന്റെ ക്യൂട്ടസ്റ്റ് കളിക്കൂടാ. എന്തൊരു കൊള്ളാം. അങ്ങനെയല്ല, ഞാൻ അവിടെ ഒരു 50 വർഷം പോയി നിന്ന് സമ്പാദിച്ചിട്ട് തിരിച്ചു വരും. അതുവരെ എന്റെ മോളെ നിന്റെ വീട്ടിലെ സോക്കേഴ്സ് കൊണ്ട് വയ്ക്കാനാ ഞാൻ കെട്ടിച്ചു വന്നത്. അങ്ങനെയല്ല മാമ, എനിക്ക് എന്തായാലും അവളെ വേണം. അവളില്ലാതെ പറ്റില്ല. അവളെന്റെ പ്രാണനാണ് മാമ. മക്കളെ, നീ ആദ്യം പോയി ജോലി നേട്, പിന്നെ കെട്ടിച്ചേരാ. കേൾക്കപ്പോഴാണ് എന്റെ കൈ നെല്ലാം പോകുന്നത്. അളിയോ, മാമൻ പറയുന്നതിലും കാര്യമുണ്ടടാ. ഇപ്പോഴത്തെ കാലത്ത് ജോലി ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. നീ എവിടെ കെട്ടിയാലും നിങ്ങൾ തെണ്ടു നിങ്ങൾ രണ്ടുപേരൂടാ. ഈ ന്യായം പറയാൻ നിനക്ക് വല്ല ജോലിയും കൂലിയൊക്കെ ഉണ്ടാ? മാമ, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, അന്തസ്സായിട്ടൊരു ജോലിയുണ്ട്. ഇവിടെ കണ്ടു പഠിക്കടാ, നിന്റെ അത്ര പ്രായമുള്ള അവന്. മക്കളെ, വീട്ടുകാരൊക്കെ ഉണ്ടോ? അച്ഛനും അമ്മയുണ്ട്, പ്രാരാബ്ദങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഒന്നുമില്ല. അതാണ് ചെറുക്കൻ. മക്കളെ, എന്നെ പോലെ ഒരുത്തനെയാണ് ഞാൻ നോക്കി നടന്നത്. എനിക്കറിയാം മാമ, എനിക്കറിയായിരുന്നു കറങ്ങി തിരിഞ്ഞ് മാമ എന്റെ അടുത്ത് വരോളന്ന്. അമ്മക്കൊരു കുടുംബക്കാരെ ഇങ്ങനെ ജീവിച്ചു പോവാ മാമ. മക്കൾ എങ്ങനെ ഗ്യാപ്പിൽ നിന്ന് കേറി? ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പം വന്ന് കയറി. ഇത് അവന്റെ ഗ്യാപ്പ് അല്ലേ?
പോടാങ്ങോട്ട് മക്കളിഞ്ഞോടാ മോനെ ഓ. നീ കല്യാണം കഴിച്ചാണ് കല്യാണമൊക്കെ ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാ കഴിക്കാം പിന്നെ കെട്ട ചെറുക്കായിട്ട് നിൽക്കുകയാണ് അങ്ങനെ വീട്ടിൽ കാര്യം കാണിച്ചാൽ വേറെ അവ കാണുന്നുണ്ട് ധാരെന്ന് മനസ്സിലായി മാമ നല്ല കൊച്ചുമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം കേട്ടോ. എന്റെ മോളാണ് മാമന്റെ മോളാ ഇഷ്ടപ്പെട്ടാ നല്ല കൊച്ചുമ്മ എനിക്ക് മക്കളെ മോൾക്ക് ഇഷ്ടപ്പെട്ട് മക്കളെ മോളാ. മക്കളെ മോളല്ല മക്കൾക്ക് മോളെ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു. അപ്പൊ വേണ്ട ഒരു സെൽഫി എടുത്താലേ കേറില്ലേ? സെൽഫി ഒക്കെ എന്തിനാ എടുക്കുന്നത്? ഒന്നുമില്ലടാ ഞാൻ ഏത് ഫോട്ടോ എടുത്താലും എന്റെ വൈഫിന് ഞാൻ അയച്ചു കൊടുക്കും. എന്റെ ഫോട്ടോ എന്തിനു വൈഫിന് അയച്ചു കൊടുക്കുന്നത്? ഓ ഒന്നും മനസ്സിലായില്ല. നീ എന്തിനാണ് ഇവിടെ വന്നത്? അളിയന്റെ കാര്യം സംസാരിക്കേ. ഇപ്പൊ എന്തിനാ ഇവിടെ നടക്കുന്നത്? എന്റെ കല്യാണാലോചന. എടാ നാളെ നിന്റെ അടുത്ത് 100 തവണ ഞാൻ പറഞ്ഞു എനിക്ക് ആശയില്ലാതെ ജീവിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ്. ഇപ്പൊ നിനക്ക് എന്റെ ആശയം വേണം. എടാ എനിക്ക് ജോലിയുണ്ട്. ആ കൊച്ചിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മാമനും ഓക്കെ. നിന്നെയും കൊല്ലും നിന്റെ മാമനെയും കൊല്ലും. എന്റെ കാര്യം പോയി പറയടാ, പറഞ്ഞു ശരിയാക്കടാ. നീ സമാനപ്പെടും, ഞാൻ പറയാം. പറയടാ. ഓക്കെ 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 അവള് പറഞ്ഞടാ നിന്നെ ഇഷ്ടപ്പെട്ടത്. ഓ ആണ് അവളൊരു കലാകാരി ആയത് നിന്റെ ഭാഗ്യം. അതോമാ അവള് പറയുന്നറിയാമോ ഈ പാട്ട് പാടാനൊക്കെ കഴിവുണ്ടോ നിനക്ക്? മക്കള് പാട്ട് പാടോ? സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെൻ മാമനെയാണ് എനിക്കിഷ്ടം. കഷ്ടം. അമ്പാഴം തണലിട്ടൊരിടവഴിയിൽ കുമ്മായം കുറി തൊട്ട മതിലരികിൽ ചിന്തെങ്ങോ ചാഞ്ചാടും വയലിറമ്പിൽ എൻ മോഹം മേയുന്ന മണിക്കുടിലിൽ കൺചിമ്മി ആദ്യം കാണുന്ന കണിമലരേ കൈനീട്ടമേകൂ പൊന്നുമ്മ എന്നെറുകിൽ 5 വർഷം ഞാൻ പ്രേമിച്ചെന്റെ ആശേനെ 5 മിനിറ്റ് മുമ്പേ വന്ന് അവന് നീ കെട്ടിച്ചു കൊടുക്കൂലടാ. ഞാൻ സമ്മതിക്കത്തില്ലടാ. ആശ എന്റെ ജീവനാണടാ. ആശ എന്റെ പ്രാണനാണടാ. ആശേ അയ്യാ ഇതെന്റെ ആശയല്ലല്ലോ. അവളെ ചേച്ചി ആരിയില്ലേ മാമ? എടാ ആശയുടെ ജീവിതമാ നീ ഇങ്ങനെ കുട്ടിച്ചോറാക്കി. ഒരുത്തിനെങ്കിലും ജോലിയുള്ള ഒരുത്തിന്റെ കൂടെ നീ കെട്ടിച്ചു വിടാൻ സമ്മതിക്കില്ലടാ കാല. സുധീഷ്, അനീഷ്, സഞ്ജു, നല്ലൊരു ഗൈഡ് കൊടുക്കാം 3 പേർക്കും. താരതമ്യേന പുതിയ ഒരു ടീമാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നിങ്ങളുടെ പെർഫോമൻസും നിങ്ങളുടെ ബാക്കി കാര്യങ്ങളെല്ലാം ബെറ്ററായി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കമൻസിലോട്ട് പോയാലോ? അത് നമുക്ക് പ്രചോദനം തന്നെ തോന്നും. സുധീഷ്, അനീഷ്, സഞ്ജു എന്തോ നന്നായിരുന്നു കേട്ടോ. നിങ്ങൾ നന്നായിട്ട് ചെയ്തു, നല്ല വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്. ആദ്യം വന്ന സ്കിറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഓരോ സ്കിറ്റുകളും ഒന്നൊന്നൊന്ന് കയറി അതൊരു വഴങ്ങി അതൊരു കോമ്പിനേഷൻ ടീമായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ എനിക്കൊന്ന് ചെറിയ ടെൻഷൻ ഉണ്ടല്ലേ? ആ ടെൻഷൻ വേണ്ട കേട്ടോ, നമുക്കിവിടെ അങ്ങനെയുള്ള പരിപാടിയേ വേണ്ട അല്ലേ? സഞ്ജുവിനാണെന്ന് തോന്നുന്നു കൂടുതൽ ടെൻഷൻ. ഇല്ല ചെറിയൊരു അതെ വർത്താനം പറയുമ്പോൾ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അത് നേരത്തെ തൊട്ടുണ്ടോ? സ്റ്റേജിൽ കയറുമ്പോൾ സഞ്ജുവിന് അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ? ഒരുപാട് സ്റ്റേജിൽ കയറിയിട്ടില്ല ഞാൻ. അങ്ങനെ ടെൻഷൻ അടിക്കാൻ കാരണം ഇവിടെ വന്നിട്ട് ഇവിടെ ആരാ ഗ്രൂമേഴ്സ് ആരെങ്കിലും ടെൻഷൻ അടിപ്പിക്കുന്നുണ്ടോ സഞ്ജു? ഇല്ല, ക്ലാസ്സിലായാലും ടെക്സ്റ്റ് ബുക്ക് പോലും വായിക്കൂല. വായിക്കറിയത്തോണ്ടല്ലേ പേടിയാണ്. കൂടെ പഠിക്കുന്ന പിള്ളേരെ ഫേസ് ചെയ്ത ഒരു പേടിയായിരുന്നു വന്നോട്ട്. അതെന്തിനാണ് അങ്ങനെ പേടിക്കുന്നത്? അല്ല എന്താണെന്ന് ആർക്കും അറിയത്തില്ല. നന്നാവണം അല്ലേ? അങ്ങനെയല്ല. നന്നായിരിക്കുന്നു. പിന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് വരുമ്പോൾ കുറേ നല്ല കൗണ്ടറുകൾ വേണം, കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്ത് പോകണം. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. 3 പേരും അടുത്തതിൽ പൊളിക്കണം കേട്ടോ. നിങ്ങളുടെ ഇത് 3ാമത്തെ സ്റ്റേജ് അല്ലേ? അതെ സാർ. എങ്ങനെയുണ്ട് പുറത്തിറങ്ങി നടക്കുമ്പോൾ ആൾക്കാരിൽ നിന്നുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? കാര്യം നിങ്ങളുടെ മാർക്ക് എന്താ കണക്ക് കൂട്ടണ്ട. ഉണ്ട് സാർ. എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്കിറ്റ് തന്നെ ജോലി കിട്ടിയില്ലെങ്കിൽ ഫുഡ് കിട്ടത്തില്ല എന്നൊരു സ്കിറ്റാണ് നമ്മൾ ഫസ്റ്റ് കളിക്കുന്നത്. അതിപ്പം കറക്റ്റ് സമയത്ത് ഫുഡെല്ലാം കറക്റ്റ് കയറുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിലിപ്പം. വീട്ടിലല്ല നാട്ടിൽ മൊത്തം ഇറങ്ങി നടക്കാൻ വയ്യ. ഭയങ്കര ഇത് എല്ലാരും തിരിച്ചറിയുന്നുണ്ട് ഒരുപാട് പേര്. ഞങ്ങളെക്കാട്ടി അമ്മമാർക്കാണ്. അവരെടുത്ത് അവരെ കൂട്ടുകാരി പറയപ്പോഴാ അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ 2 പ്രാവശ്യത്തെ നിങ്ങളുടെ എപ്പിസോഡുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത്ര അഭിപ്രായം ഉണ്ടെങ്കിൽ മുമ്പോട്ടുള്ള യാത്രയിൽ നല്ല നല്ല സ്കിറ്റുകളും ജനങ്ങളെ നല്ലോണം ചിരിപ്പിച്ചാൽ നിങ്ങൾ എവിടെ ചെന്ന് നിൽക്കും നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിനെന്താ നമുക്ക് വേണ്ടത്? നല്ല സ്കിറ്റുകൾ ഉണ്ടാക്കുക, നല്ലപോലെ അത് അവതരിപ്പിച്ച് ജനങ്ങളെ ചിരിപ്പിക്കുക. ഒരുപാട് ഭയങ്ങളും പേടികളും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മുഖത്തുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കണം എപ്പോഴും. നല്ലപോലെ ചെയ്യാനുള്ള
കഴിവ് നിങ്ങളിലുണ്ട്, പക്ഷെ എന്തൊക്കെയോ എവിടേക്കോ ചെറിയ ബാലൻസ് കുറവുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങളത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഓൾ ദ ബെസ്റ്റ്. സുധീഷ്, അനീഷ്, സഞ്ജു, ഈ പറഞ്ഞതൊക്കെ എനിക്കും പറയാനുള്ളൂ. ചില സമയത്ത് സഞ്ജുവിനാണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട് പെർഫോമൻസ്. ഒരു പക്ഷേ അവൻ്റെ ഉള്ളിൽ അത് ഇല്ലായിരിക്കാം. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പൊളി അങ്ങ് പൊളിക്കുക, വേറെ ഒന്നും ചിന്തിക്കരുത് ഇതിനെ പറ്റി. ഒരു ടെൻഷനും അടിക്കേണ്ട, കയറുക, ഒരൊറ്റ താളിക്കലങ്ങ് താളിക്കുക, അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പോൾ കുറച്ചുകൂടെ നല്ല നല്ല പൊട്ടിച്ചിരികളാണ് നമുക്കിവിടെ ആവശ്യം. അത് ചിരികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല, ഉണ്ടായിരുന്നു, പക്ഷേ അത് പോരാ. ഇനി കൂടുതൽ കൂടുതൽ ബെറ്ററായി വരണം കേട്ടോ. അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല ചിരികളുമായിട്ട് വരും. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നമുക്ക് മാർക്സിലോട്ട് പോവാം. ആദ്യം പ്രചോദനം. ഞാനൊരു 7 മാർക്ക്. 7 മാർക്ക്. നസീർക്ക? ഞാനൊരു 6 മാർക്ക്. താങ്ക് യു. 6 മാർക്ക്. അപ്പൊ തന്നെ എത്ര മാർക്കായി? 13 മാർക്കായിട്ടുണ്ട്. അപ്പൊ ബാക്കി ഞാൻ തരാം. ദാ അവിടെ നോക്കിക്കോളൂ. 20,000 രൂപ മോശമല്ല. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്സ്, നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് നിങ്ങളുടെ ഒരു ഗ്രോയിങ് പീരീഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് വില കൊടുക്കേണ്ട. അപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരിക. ഓക്കെ, അപ്പം നല്ലൊരു ഗൈഡ് കൊടുക്കാം. അടിപൊളി. ഓക്കെ, സുധീഷ്, അനീഷ് ആൻഡ് സഞ്ജു, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സമയമായി. നാളെ വരണ്ടേ? നാളെ വരേണ്ടതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.